ഹായ് ഡിയേഴ്സ്, 21 ദിവസത്തെ ഡ്രീം ഹോം മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ 10ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. വികാരങ്ങൾ അനുഭവിക്കുക. നിങ്ങളുടെ സ്വപ്ന ഭവനത്തിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ ഊർജം നിങ്ങളുടെ ചിന്തകളെക്കാളും ഉപരിയായിട്ട് നിങ്ങളുടെ വികാരങ്ങൾക്കാണ്. ഇനി ലോ ഓഫ് അട്രാക്ഷനിൽ ഒരു നിയമമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമ്മൾക്ക് ലഭിക്കുന്നത്. നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ അനുഭവിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ വെറുതെ ഒരു വീടിൻ്റെ ചിത്രം നമ്മൾ മനസ്സിൽ കാണുന്നതിനേക്കാളും 100 മടങ്ങ് ശക്തിയുണ്ട് ആ വീട് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന യഥാർത്ഥ വികാരം മനസ്സ് നിറയെ നിങ്ങൾ അനുഭവിക്കുന്നതിന്. അപ്പോൾ നിങ്ങൾ ശാന്തമായ ഒരു സ്ഥലത്ത് കണ്ണുകൾ അടച്ചിരിക്കുക. എന്നിട്ട് 4-5 ദീർഘശ്വാസം എടുത്ത് വിടുക. അപ്പോൾ മനസ്സ് ഒന്ന് ശാന്തമായതിനു ശേഷം ഇനി നിങ്ങൾ നിങ്ങളുടെ ലിവിങ് റൂമിൽ നിൽക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. ഇനി മനസ്സിൽ പതുക്കെ പറയുക, ഇത് എൻ്റെ വീടാണ്, ഇവിടെ ഞാൻ സുരക്ഷിതയാണ് അല്ലെങ്കിൽ സുരക്ഷിതനാണ്, ഈ വീട്ടിൽ ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നു എന്ന് പറയുക. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷവും ആശ്വാസവും അഭിമാനവും നന്ദിയും ഒക്കെ തോന്നണം. അപ്പോൾ ആ വികാരങ്ങളൊക്കെ ശരിക്കും നിങ്ങൾ അനുഭവിക്കുക. ഇനി നിങ്ങൾ ലിവിങ് റൂമിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ സോഫയിൽ ഇരിക്കുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നതായിട്ടും ഒക്കെ അനുഭവിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂം, കിച്ചൺ, ഡൈനിങ് ഹാള്, ഗാർഡൻ, ബാൽക്കണി ഇതിവിടെയെല്ലാം മനസ്സിൽ കാണുക. എന്നിട്ട് അത് മനസ്സിൽ ശരിക്കും അനുഭവിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മുഴുവൻ വീടിനെയും നിങ്ങൾ മനസ്സിൽ കാണുക. എന്നിട്ട് മനസ്സിൽ പറയുക, എനിക്ക് ഇത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു വീടുള്ളതിന് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഈ വീട്ടിൽ എനിക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കുന്നു, താങ്ക് യു എന്ന് നന്ദിയുടെ ആ വികാരം മനസ്സിൽ അനുഭവിക്കുക. ഇനി ഒരു വീടുള്ള വ്യക്തി എങ്ങനെയായിരിക്കും നടക്കുക, എങ്ങനെയായിരിക്കും പുഞ്ചിരിക്കുക, അതുപോലെ തന്നെ അവരുടെ ജീവിത രീതി എങ്ങനെയാണ്, അതുപോലെ നിങ്ങൾ ജീവിക്കുക. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. മാനിഫെസ്റ്റേഷൻ എന്നാൽ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കൽ മാത്രമല്ല കേട്ടോ. ആ വീട് ഇപ്പോൾ തന്നെ നിങ്ങളുടേതാണെന്ന് പൂർണ്ണമായിട്ടും വികാരത്തിൽ ജീവിക്കലാണ്. അപ്പോൾ ഇന്ന് ആ വീട്ടിലെ സന്തോഷവും ശാന്തതയും ഒക്കെ പൂർണ്ണമായിട്ടും അനുഭവിച്ചറിയുക. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായിട്ട് വരാം. താങ്ക് യു.